നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ പാസ്സായിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പഠിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരു ലോഡ് ആൾക്കാർ പുറത്ത് പഠിക്കാൻ പോകും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോസിൽ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി കണ്ടാൽ മതി. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് തീവ്ര ആഗ്രഹം കൊണ്ടു നടക്കുന്ന കുറേ ടീമുകളുണ്ട് MBBS വേണ്ടിയിട്ട്. ലൈക്ക് MBBS കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയേ പറ്റൂ എന്നൊരു സ്വപ്നം കൊണ്ടു നടക്കുന്ന കുറേ ടീമുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ആൾക്കാർ പല രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട് അന്നത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട്. കാരണം ഏജൻസി മുഖേന കോളേജ് സൂപ്പറാണെന്ന് പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ അതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. അപ്പോൾ അവസാനം വരെ പറ്റിയ കാണാം, ഗുണം ചെയ്യാതിരിക്കില്ല. ഒന്നാമത്തെ, ഞാൻ ഏജൻസീനെ സജസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് നല്ലൊരു വീഡിയോ ചെയ്യണം ആദ്യമേ പറയുന്നു. കാരണം ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഇത്തിരി കൂടി നല്ല പുഷ്പിച്ച് പറയും, ഇതിനകത്ത് പുഷ്പിക്കാൻ അധികം ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ കേസ്, തീവ്ര ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് നോക്കോ. MBBS അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഒന്നാമത്തെ കേസ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണ കേസ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആകപ്പാടെ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തലയിൽ ഇത്തിരി വിവരം വേണം. രണ്ട്, ജോബ് സെക്യൂരിറ്റി. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ മലയാളികളായിക്കോട്ടെ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇത്തിരി വിവരവും, പഠിച്ചിറങ്ങിയ ജോലിയും. ഈ രണ്ട് കാര്യം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ MBBS പല രാജ്യത്തും ചെറിയ ഫീസിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്ത് പോലും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണേ. പക്ഷേ പല ഏജൻസിക്കാരും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഫീസുള്ളൂ എന്നും പറഞ്ഞ് പല സ്റ്റുഡൻസിനെയും ആർക്കും വേണ്ടാത്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോഡ് പരീക്ഷ എഴുതണം. എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേസാണെന്ന് അറിയോ അത്? ഓരോ പരീക്ഷ പാസ്സാവാനായാലും ഓരോന്നിൻ്റെ റിസൾട്ട് വരാനായാലും ഒക്കെ ഇതിൻ്റെയും അതൊന്നും ഒരു ഏജൻസി നിങ്ങൾ MBBS ചൂസ് ചെയ്യാൻ പോകുമ്പോൾ പറയുന്നില്ല. ഇപ്പോൾ നാട്ടിലെ കേസ് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. നാട്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയ കട തുറന്നിട്ടായാലും നിങ്ങൾക്ക് ക്ലിനിക്കിൽ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലായാലും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിന് കയറാൻ പറ്റും. പക്ഷേ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ അതല്ല കഥ. അത് ഒരു ഏജൻസി നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ പറയുന്നില്ല. പലരും ഇൻറ്റേൺഷിപ്പ് അവിടെ ശരിയാക്കി തരാം, നിങ്ങൾ വെക്കേഷൻ വരുമ്പോൾ ഇവിടെ ശരിയാക്കി തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അറ്റ് ലാസ്റ്റ് നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് നാട്ടിലൊന്ന് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. പല രാജ്യത്തും പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ യുക്രൈനിലുണ്ടായ ഒരു വ്യക്തിയാണ്. അവിടെ ഓൾമോസ്റ്റ് മിക്ക യൂണിവേഴ്സിറ്റിയിലും പോയി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പലതും പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറേ എനിക്ക് ഒളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. യാഥാർത്ഥ്യമായ സത്യമാണ് അത്. എന്തോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടായിരിക്കാം. എനിക്കിനിപ്പോൾ അങ്ങനെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നും ആരോടും വേണമെങ്കിലും വിളിച്ചു പറയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കേസ്, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന കേസ്. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസും ചിലപ്പോൾ അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റി നല്ലതാണെന്ന് പറയാം. കാരണം ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഒരു സ്റ്റുഡൻറ്റ് കയറി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസിക്ക് ആയിക്കോട്ടെ, ഏജൻസിക്ക് റെഫർ ചെയ്ത് കൊടുത്ത സ്റ്റുഡൻറ്റിന് ആയിക്കോട്ടെ, ക്യാഷ് ഇടുന്ന പരിപാടി. അതിപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നിങ്ങളും ചിലപ്പോൾ അടുത്ത വർഷം പിള്ളേരെ കയറ്റിക്കൊണ്ടുവരും. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്, പരസ്യമായ രഹസ്യം. അങ്ങനെ വേണമെങ്കിൽ പറയും. ഞാനും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇല്ലാതൊന്നും പറയണില്ല. പക്ഷേ ഇപ്പോൾ എന്തോ പലരും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് തന്നെ കച്ചറ, ആർക്കും വേണ്ടാത്ത യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പരമാവധി നല്ലത് ചൂസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അവിടെ പഠിക്കുന്ന പിള്ളേർ ഒരാളുടെ അടുത്തൊന്നുമല്ല, ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് എത്ര ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമോ അത്ര ആൾക്കാരോട് സംസാരിക്കുക. അതിപ്പോൾ നിങ്ങളൊരു ഏജൻസിനെ മുട്ടി കഴിഞ്ഞ് ആ ഏജൻസി തരുന്ന ആൾക്കാരോട് മാത്രമല്ല, പറ്റാവുന്ന അത്ര. അതായത് ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഫീഡ്ബാക്ക് എഴുതിയേക്കണം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ക്യൂറയിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും ഉണ്ടല്ലോ പ്ലാറ്റ്ഫോംസ്. ജസ്റ്റ് ആ രാജ്യം തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാരനെ കിട്ടും. സംസാരിക്കുക പരമാവധി ഗ്രൗണ്ട് സ്റ്റഡി അടുത്തൊരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, അവിടുത്തെ പ്രാക്ടിക്കൽസ്, അവിടുത്തെ ലെക്ചർ, അവിടുത്തെ ലാബ്സ്, കാര്യങ്ങൾ ഒക്കെ തന്നെയും കുറിച്ചിട്ട്. ഇപ്പം ഞാൻ യുക്രൈനിലുണ്ടായിരുന്നു. ക്ലാസ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഴപ്പമില്ല, ചില ക്ലാസ് നല്ലതായിരുന്നു, ചിലത് മോശമായിരുന്നു. പക്ഷേ പോളണ്ടിലേക്ക് വന്നപ്പോൾ പെട്ട അവസ്ഥയാണ്, നന്നായിട്ട് പഠിക്കണം. എല്ലാ ആഴ്ചയും പരീക്ഷ ടൈറ്റാണ്. അത് ഞാൻ കുറേ നന്നായിട്ട് തപ്പിയിട്ടാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. പക്ഷേ യുക്രൈനിലേക്ക് പോയപ്പോൾ എനിക്കത് പറഞ്ഞു തരാനായിട്ട് ഒരു മനുഷ്യ കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏജൻസി പറഞ്ഞാൽ വെള്ളം തൊടാത്ത വിശ്വസിക്കുക എന്നല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ നിങ്ങളായാലും പൊട്ടന്മാരെ പോലെ ആവാതെ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് പരമാവധി നോക്കുക. അവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ഇന്നിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അത് ഒരാളൊന്നുമല്ല, പരമാവധി ഒരു പെർസെൻറ്റേജ് ലെവൽ എടുത്തിട്ട് എത്ര ആൾക്കാർ ഏതൊക്കെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇന്ന യൂണിവേഴ്സിറ്റി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS ബാക്കി കോഴ്സുകളെ പോലെയല്ല. ഇപ്പോൾ എനിക്കതിൽ 6 വർഷം തന്നെയാണ് വെറ്റിനറിക്ക്. പക്ഷേ MBBS എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ വെറ്റിനറിക്ക് അത്രയും വില കൊടുക്കുന്നില്ല, യാഥാർത്ഥ്യമായ സത്യമാണ്. പക്ഷേ MBBS എന്നൊക്കെ പറഞ്ഞാൽ ദൈവം വലിയ സ്കീമൊക്കെ എന്നാണ് കൊണ്ടു നടക്കണേ. യാഥാർത്ഥ്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജീവൻ രക്ഷിക്കുന്ന ടീമാണ് ഞാനാണ്. പക്ഷേ എന്നാൽ MBBSന് കുറച്ചുകൂടി തൂക്കം കൂടുതലാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റി മോശമാണെങ്കിൽ തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടി വില ഉണ്ടാവില്ല. അവിടെ നാട്ടിൽ ഇത് ചെയ്യാൻ പോലും പറ്റില്ല. പരീക്ഷ, അതായത് FMG പാസ്സാവണം. FMG പാസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി പാസിംഗ് റേഷ്യോ എത്രയാണ്. ചിലർ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുകൊണ്ട് അവർ അത്രയും എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ്. കാരണം അവർക്ക് എങ്ങനെയാലും ആയേ പറ്റും. അപ്പോൾ അവർ ഒന്നീന്ന് തൊട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. അവർക്ക് നല്ല യൂണിവേഴ്സിറ്റിയും കൂടി വിദേശത്ത് പോയപ്പോൾ കിട്ടിയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങളും യൂണിവേഴ്സിറ്റി പരമാവധി ഗ്രൗണ്ട് സ്റ്റഡി നടത്തി നല്ലത് ചൂസ് ചെയ്യാൻ നോക്കുക. ആർക്കും വേണ്ടാത്ത
ഷിറ്റ് യൂണിവേഴ്സിറ്റി വിദേശത്ത് MBBS സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഏജൻസിക്കാർ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പിള്ളേരെ അവിടെ കൊണ്ടുവന്ന് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ആർക്കും വേണ്ടാത്ത രാജ്യങ്ങളൊന്നും പോകാതിരിക്കുക. കാരണം യുക്രൈനിൽ യുദ്ധം വന്നപ്പോൾ ഒരു മനുഷ്യനില്ലായിരുന്നു. ഇന്ത്യയിൽ പോലും നമുക്ക് ട്രാൻസ്ഫർ ആക്സെപ്റ്റ് ചെയ്തില്ല, പെട്ട അവസ്ഥയായിരുന്നു. അവിടെ പഠിച്ച സ്റ്റുഡൻസിനോട് നിങ്ങൾ ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞുതരും. അവസാനം അവരൊക്കെ പോയത് ഇതേപോലെ തന്നെ വേറെ വേറെ രാജ്യങ്ങൾ, എപ്പോൾ വേണമെങ്കിലും യുദ്ധം വരാം അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് പോയി. ആർക്കും യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ഒന്നും മാറാൻ പറ്റിയിട്ടില്ല ട്രാൻസ്ഫർ കിട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഇച്ചിരി ഉറപ്പുള്ള രാജ്യത്തും കൂടി പോകാൻ നോക്കുക. ഫൈനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ UK, കാനഡ അങ്ങനത്തെ രാജ്യങ്ങളോ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അത് ഏത് ഏജൻസി എന്ത് പറഞ്ഞാലും ശരി, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലായാലും ജോലി ഓക്കെയാണ്, കിട്ടിയിരിക്കുക. എവിടെയെങ്കിലും ജോലിക്ക് ഇറങ്ങണം. ഇത്രയും രാജ്യത്ത് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണേ. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി നിങ്ങൾ ഫൈനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ പരമാവധി ഇത്തിരി ക്യാഷ് ഇറക്കിയിട്ട് പഠിക്കാൻ നോക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കോഴ്സിന്. 6 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവനെ രക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിയും വിവരം കിട്ടുമെന്ന് ഉറപ്പുള്ള യൂണിവേഴ്സിറ്റി നോക്കി ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിഷമിക്കുള്ളൂ പിന്നീട്. അതാണ് അതിൻ്റെ കേസ്. പിന്നെ ഫീസിൻ്റെ കേസ് യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറും, രാജ്യം അനുസരിച്ച് മാറും, പിന്നെ പല കാര്യങ്ങളും അനുസരിച്ച് മാറും. ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവൂ. അതാണ് അതിൻ്റെ കേസ്. പിന്നത്തേന്ന് പറയുന്നത്